ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് 2 ദിവസം കൊണ്ട്. അപ്പോൾ എന്നോട് കമൻറ്റിൽ ചോദിച്ച് ഇവിടെ പലയിടത്തും വെള്ളം കയറി ഇവിടെ കുഴപ്പമുണ്ടോ. ഇവിടെ ഈ ഏരിയയിൽ അങ്ങനെ കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ താഴ്ന്നേറിയാൽ വെള്ളം കയറുന്നിടം ഉണ്ട്. ഒത്തിരി പ്രോബ്ലമായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ഒത്തിരി വെള്ളം മുഖേന ബുദ്ധിമുട്ടുന്നവരും ഉണ്ട്. ഇത്രയും നാളും മഴയില്ല എന്നും പറഞ്ഞിരുന്നിട്ട് ഇപ്പം മഴ വന്ന ഉടനെ നല്ലതായിട്ട് മഴയും വന്നു. ഇന്ന് പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതും ശരിക്കും നടന്നില്ല. ബ്രേക്ക് ടൈം വരെ, ബ്രേസസ് ടൈം വരെ നടന്നു. പിന്നെ നെറ്റ് പ്രോബ്ലം അങ്ങനെയൊക്കെ ആയിട്ട് അതും കറക്റ്റ് നടന്നില്ല. ഇന്നങ്ങനെ സ്കൂളായിട്ടൊന്നും ഇല്ലായിരുന്നു മഴ കാരണം. നാട്ടിൽ ഇന്ന് വിളിച്ചോണ്ടേ നാട്ടിലും മഴയൊക്കെ ആയിരുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഇന്നലത്തെ അത്ര ഇപ്പോൾ ഇച്ചിരി ഒന്ന് തോന്നിട്ടുണ്ട്. എന്നാലും രാവിലെ ഒരു ഉച്ച വരെ ഭയങ്കര മഴയായിരുന്നു. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയിട്ട് നിന്നു. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ചാറി ഉണ്ട്. ഇനിയിപ്പം നാളെ സ്കൂളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഇനി നമുക്ക് പോകാമേ. പ്രൈസിന് കുറവുണ്ട്, മെഡിസിനൊക്കെ കഴിക്കുന്നു. ഓക്കെ. അപ്പോൾ മാവ് ഇന്നലെ അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഞാൻ നമ്മുടെ റാഗിപ്പൊടിയും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉപ്പൊക്കെ ചേർത്തൊന്ന് കലക്കി വെക്കട്ടെ. എന്നിട്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ചായിരുന്നു. അപ്പം പിന്നെ പിള്ളേർക്ക് കുടിക്കാനുള്ളതും റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഷോർട്ട് ഇടുമ്പോഴും ചില കമൻറ്റ് വരുന്നതാണ്, വിജിയുടെ ചായ കാണാൻ നല്ല രസമാണ്. അപ്പം എനിക്കിപ്പം വേറൊരാളുണ്ടാക്കുന്ന ചായ കാണുമ്പോൾ എനിക്കിഷ്ടപ്പെടും. അങ്ങനെ ഓരോരുത്തർക്കും വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ചായ ഉണ്ടാക്കും, എല്ലാവരുടെയും ചായ നല്ലതാണ് കേട്ടോ. അപ്പം ചായയൊക്കെ തിളച്ച് വന്ന് അത് ഇച്ചിരി നേരം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇഡലി ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഇഡലിയൊക്കെ ഞാനൊന്ന് എടുത്തു വെക്കട്ടെ. പിന്നെ ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കി, പിന്നെ ബാക്കി ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ ഇതിലും 1 ടേബിൾ സ്പൂൺ നമ്മുടെ റാഗി പൗഡർ ചേർത്തായിരുന്നു. അത് പക്ഷേ 1 ടേബിൾ സ്പൂൺ ആയപ്പം ഇത്രയും മാവിൻ്റെ അകത്ത് അവർക്കത് മനസ്സിലാവത്തില്ല. അല്ലാതെ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് ഇടുമ്പോഴാണ് ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നത്. ഇഡലിയുടെയൊക്കെ വെള്ള കളർ മാറി ഒരു ഇച്ചിരി ബ്രൗൺ കളർ പോലെ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ അവർക്ക് ഇട്ടുള്ളൂ. അത്രയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ്. റാഗിയൊക്കെ നല്ലതല്ലേ, എത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ല റാഗി അയണും. പക്ഷേ തണുപ്പ് സമയത്ത് അങ്ങനെ റാഗി ആരും അങ്ങനെ കഴിക്കരുതെന്നാണ് എൻ്റെ അറിവ്. റാഗി ഇച്ചിരി തണുപ്പാണ്. അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതൊരു ചെറുപയർ തോരൻ വെക്കാനായിട്ട് ചെറുപയറൊന്ന് അടപ്പത്തിടണം കുക്കറി. അങ്ങനെ പയറടപ്പത്ത് വെച്ചിട്ട് ഞാൻ ഓളൊക്കെ ഒന്ന് ഒതുക്കാമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ടേബിളിലെല്ലാം പ്രൈസം പഠിച്ചതും എല്ലാം അതുപോലെ ഇരിക്കുമായിരുന്നു. അവർ ഒരു പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞ് ചിഞ്ചിലെല്ലാം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ കുറച്ചടുക്കി കഴിഞ്ഞോണ്ടേ പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്നാൽ നീ ഇവിടെ അടുക്ക്, ഞാൻ അടുക്കള ജോലി ചെയ്യാൻ പോട്ടെന്ന്. അങ്ങനെ ആദ്യമൊക്കെ ഇച്ചിരി പറഞ്ഞ് പിന്നെ അവൻ തന്നെ ഒതുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൻ്റെ ലാപ്ടോപ്പൊക്കെ ശരിക്കും എടുത്ത് വെക്ക്, വെള്ളം ബോട്ടിലും എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. അപ്പം ഞാൻ പിന്നെ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഈ ആഴ്ച അവർ ഞായറാഴ്ച ആണെങ്കിൽ ഇവിടെ സാധാരണ പച്ചക്കറി വാങ്ങിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലും ഈ ജിയോ മാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, എമർജൻസിക്ക് വല്ലതും ഉണ്ടെങ്കിൽ. അപ്പോൾ അന്ന് മഴയാണെങ്കിൽ അങ്ങോട്ട് ആ പച്ചക്കറി വാങ്ങിക്കുന്നിടം മൊത്തം തുളി പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഇന്ന് അങ്ങനെ പോയില്ല. കഴിഞ്ഞ ആഴ്ച അങ്ങനെ വാങ്ങിച്ചില്ല. അപ്പം പച്ചക്കറിയൊക്കെ ഇപ്പം ഇല്ലാതിരിക്കും. ഇച്ചിരി വെണ്ടയ്ക്കോ അങ്ങനെ കണ്ടൊക്കെയോ കാബേജോ അങ്ങനെ ഉള്ളതേ ഉള്ളൂ. കറി വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഈ കറി വെക്കുന്ന തോരൻ എന്തെങ്കിലുമൊക്കെ നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഈ കറി ടൈപ്പാണ് ഇവിടെ എപ്പോഴും. ഒന്നീ സാമ്പാർ, അല്ലെ മത്തങ്ങയും പയറും, അല്ലാതെ നമ്മളിപ്പോൾ അല്ലാതെ എന്തെങ്കിലും വെള്ളരിക്കക്കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും എല്ലാം ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലേ. പിന്നെ പരിപ്പ് കറി അങ്ങനെയൊക്കെയാണ് മെയിൻ. ഇതാണ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുന്നത്. അതേസമയം ഇച്ചിരി മീനുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത്രയും ടെൻഷനില്ല. പിള്ളേരും ഇവരൊക്കെ അങ്ങ് മീൻ കറി കൂട്ടും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് ഇന്നലെ കഴുകിയ പാത്രങ്ങളെല്ലാം എടുത്ത് ഒതുക്കി വെക്കണമായിരുന്നു. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെക്കണം. പാത്രങ്ങൾ കഴുകാൻ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഈ ഒതുക്കിപ്പറക്കിനായിട്ടൊക്കെ അങ്ങ് പോയാൽ പിന്നെ കിച്ചണിലെ പരിപാടികൾ ഇച്ചിരി
പെൻഡിങ് ആവും. അങ്ങനെ ഞാൻ ആദ്യം ഇന്നലത്തെ ചോറ് ഇച്ചിരി ഉണ്ട്, അത് വെച്ച് വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ട് ഉണ്ട്. പിന്നെ ഇച്ചിരി ഇനി കഞ്ഞിക്ക് വെള്ളം വെക്കണം. അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം അതുപോലെ കിടക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഈ പാലിൻ്റെ കവറാണ്. അത് വിൽക്കാനൊന്നുമല്ല, അതിൻ്റെ അകത്തുനിന്ന് ആ പാല് ഊറി വീഴാൻ വേണ്ടി അങ്ങനെ അതിൽ ഒട്ടിച്ച് വെച്ചേക്കും. എന്നിട്ട് ആ വെള്ളം എല്ലാം പാലിൻ്റെ ഇതെല്ലാം ഊറിക്കഴിഞ്ഞ് ഞാനത് എടുത്തങ്ങ് വേസ്റ്റ് ബക്കറ്റിൽ ഇടും. അപ്പോൾ ഞാനിതൊക്കെ അടപ്പത്ത് വെച്ചിട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അകത്ത് പോയി കട്ടിലൊക്കെ വിരിക്കാനുള്ളത് വിരിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ മുട്ടക്കറിയുടെ ഗ്രേവി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്ത് ഞാനൊന്ന് ചൂടാക്കി ചപ്പാത്തിക്ക് വേണ്ടിയവർക്ക് ചപ്പാത്തിക്ക്. ബ്രൈസൻ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് മുട്ടയും കൂടെ ഇടുന്നാലേ ഒരു രസമുള്ളൂ. കഴിക്കാൻ വെള്ളം വെച്ചു, അരി തിളപ്പിച്ചിട്ടു, പയറ് വേവിച്ച് വെച്ചേ. അപ്പോൾ ഞാൻ പയറൊക്കെ ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. ഇനിയിപ്പോൾ അതുകൂടെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അന്ന് പ്രൈസമോൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഞാൻ പറഞ്ഞില്ല സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കാണേ. അപ്പോൾ അതിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിൽ ഇത്തിരി മ്യൂസിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ മ്യൂസിക് അങ്ങ് മ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. കാരണം ഒരു ഇച്ചിരിയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ആകുമെന്നും പറഞ്ഞ് കോപ്പിറൈറ്റ് എന്നും പറഞ്ഞ് വരുമെന്നും പറഞ്ഞ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രൈസമോൻ്റെ ക്ലാസ്സിൽ മാത്രം കുട്ടികളല്ല, ബാക്കി ക്ലാസ്സിലെ പിള്ളേരും എല്ലാവരും ഉണ്ട്. അവരുടെ സ്കൂളിലെ പ്രോഗ്രാമായിട്ട് ഞാൻ പയറിന് ഇച്ചിരി തേങ്ങയും മുളക് പൊടിയും ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചായിരുന്നു. എന്നിട്ട് വെളുത്തുള്ളി ഞാൻ അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ പയറോട് ഇട്ട് കൊടുക്കാം. എന്നും വീട്ടമ്മമാരുടെ ഒരു ബുദ്ധിമുട്ടായി. എന്താ ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എന്താ, കറി എന്താ, കൂട്ടാൻ എന്താ, അതിൻ്റെ ഒരു വല്ലാത്ത ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ തലേന്നേ ഒന്ന് ചിന്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. എനിക്കന്ന് ചമ്മന്തി അരച്ചാൽ ഇഷ്ടമാണ്, പോൾമോനും ഇഷ്ടമാണ്. പക്ഷേ പ്രൈസിന് ചമ്മന്തിയോട് അത്ര ഇഷ്ടമല്ല. പക്ഷെ അവന് മാങ്ങ അരച്ച ചമ്മന്തി ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അവന് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് അവരുടെ സ്കൂളിലെ പ്രോഗ്രാമാണ്. इतिहास का मैं आईना हूं, तहजीब का रंग सुनहरा, गंगा जमुना मेरी आंखें, मैं नए भारत का चेहरा। मैं कल भी था, मैं आज भी हूं, मैं नवयुग का अंदाज भी हूं। सारी दुनिया का घर मुझ में, इस मिट्टी का आदर मुझ में, मैं देशभक्त भी कर रहा हूं, मैं नए भारत का चेहरा हूं। सन 1857 के सैनिक विद्रोह की है, जब मंगल पांडे ने गाय और सुअर के चर्बी से बने कारतूस का बहिष्कार किया। बात 13 अप्रैल 1919 की है, जब हिंदुस्तान की पकी फसल पर खून के छींटों की बारिश हुई थी। हर हिंदुस्तानियों के दिल में आजादी की आग में घी डालने का काम किया। लाला लाजपत राय, भगत सिंह, राजगुरु, सुखदेव जैसे क्रांतिकारियों ने भारत की जमीन से विदेशी दरिंदों को निकाल फेंकने के मंसूबे मजबूत कर दिए। 18 अप्रैल 1929 साइमन कमीशन के खिलाफ एक जुलूस निकाला गया। साइमन कमीशन, साइमन कमीशन, साइमन कमीशन, स्टॉप दिस, साइमन कमीशन, नहीं मानता, आई से स्टॉप दिस। लाला जी आप आगे बढ़ो, हम आपके साथ हैं। लाला जी संघर्ष करो, हम आपके साथ हैं।
इस घटना में लाला लाजपत राय की मृत्यु हो गई। लाला लाजपत राय की मृत्यु के बाद भगत सिंह, राजगुरु और सुखदेव वतन के इन मतवालों में खून का ऐसा उबाल आया और उन्होंने लेजिस्लेटिव काउंसिल पर बम का धमाका किया और बाद में उन्हें फांसी की सजा। गांधी जी के नेतृत्व में अनेक आंदोलन किए गए, जैसे 1920 का असहयोग आंदोलन, 1930 का दांडी मार्च, 1942 का भारत छोड़ो आंदोलन में ब्रिटिश हुकूमत की जड़ें ही। अक्टूबर 1943 में नेताजी सुभाष चंद्र बोस द्वारा आजाद हिंद फौज की स्थापना की गई। तुम मुझे खून दो, मैं तुम्हें आजादी दूंगा। 15 अगस्त 1947 का वह शुभ दिन आखिरकार आ ही गया। हमारा सपना साकार हुआ। यह केवल एक इतिहास नहीं, हर भारतीय के दिल में धड़कता हुआ आत्मसम्मान है। तो चलिए आजादी का जश्न मनाएं, जात पात का भेदभाव मिटाएं, फिजाओं में रंग भरें। അപ്പോൾ ഇത്രയും പ്രോഗ്രാമിന് ടീച്ചർമാരൊക്കെ എത്രമാത്രം എഫേർട്ട് എടുത്തെന്നറിയാമോ? എത്ര ദിവസത്തെ എഫേർട്ടാണെന്നറിയാമോ അവർ ഇങ്ങനൊരു പ്രോഗ്രാം പിള്ളേരെയും കൊണ്ട് അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ ഞാൻ ചെറുപയർ വെച്ചത് കൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഒരു രസമാവട്ടെന്ന്. രസം അല്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും ഇച്ചിരി കോൾഡും കഫൊക്കെ ആയതുകൊണ്ട് രസം നല്ലതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി രസം എടുത്തിയാണ്. പക്ഷേ ഒരു 2-3 രസം വെക്കുമ്പോഴത്തേന് പുളി അങ്ങ് തീരും. ഇവിടെ രസത്തിന് ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കണം പോളിന്. അപ്പം ഞാൻ ആ പുളി ഒന്ന് അരിച്ചെടുക്കുക. ഇനിയും കുരുമുളക് പൊടിയൊക്കെ ഇപ്പം രസത്തിനാണെങ്കിലും ഞാൻ നന്നായിട്ട് കുരുമുളക് പൊടിയും ചേർക്കും. അപ്പോൾ കുരുമുളകൊക്കെ ഇനിയും പൊടിക്കണം. പൊടിച്ചതൊക്കെ ഞാൻ ഒരു തീരെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടത് ആവശ്യത്തിനുള്ളത് വെളിയിൽ വെച്ചിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കുരുമുളക് പൊടിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പൊടി ഇട്ടത്. കൂടുതലും ചിലർ ഈ കുരുമുളക് ചതച്ച് ചേർക്കും. കുരുമുളക് ചതച്ച് ചേർക്കുമ്പോൾ കുറേയും കൂടെ ഇതാണ്. പൊടിയാണെങ്കിലും ഞാൻ ഈ ലാസ്റ്റിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ ഈ ഇതൊന്ന് അരിച്ചിട്ട് ചേർക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനങ്ങ് തിളപ്പിക്കും അടിയിലുള്ളത്. പിന്നെ എനിക്കാണേലും കുടിച്ചാൽ കുഴപ്പമില്ലല്ലേ, അങ്ങ് പൊടിയൊക്കെ അങ്ങ് ഇത് ഇത്തിരി അങ്ങ് ഡിസോൾവ് ആവും. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം രസമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലിട്ട് കടുക് കൂടെ വറുത്ത് ചേർക്കാൻ പോകും. ആദ്യം ഒരു ഇച്ചിരി ജീരകപ്പൊടി ഇല്ലായിരുന്നു. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് അങ്ങ് ചേർത്തേനായിരുന്നു. പൊടി ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ജീരകവും പൊട്ടിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളിയും പൊട്ടിക്കും. പിന്നെ വെളുത്തുള്ളി ഞാനത് ഫ്രിഡ്ജിൽ ഇരുന്നതായത് പൊളിച്ചിട്ടേ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതുകൊണ്ടാണ് അത് ഇട്ടൊണ്ണേ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ ആ ബോക്സ് ഉള്ളത് കൊണ്ട് ഞാൻ സമയം കിട്ടുമ്പം വെളുത്തുള്ളി ഇഞ്ചിയും ഇതെല്ലാം പൊളിച്ച് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊളിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ട് പിന്നെ അതിൻ്റെ അകത്ത് കറിവേപ്പിലയും സവാളയും എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റിയിട്ട് പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കും, മുളക് പൊടിയും ചേർക്കും, പിന്നെ കായപ്പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ച് വറുത്ത് ഇതിലോട്ട് ചേർക്കും. അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.